പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സഭയ്ക്ക് വിശുദ്ധരെ ലഭിച്ചത് ദൈവവചനത്തെ ആഴത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ്. റോമ 13 13-14 തിരുവചനങ്ങളാണ് തിന്മയിൽ മുഴുകി ജീവിച്ചിരുന്ന അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റിയത്. തിരുവചനം ഇതായിരുന്നു: പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ അസൂയയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. പരിശുദ്ധാത്മാവാണ് പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും ഉണ്ടാക്കുന്നത്. നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കുവാനും പരിശുദ്ധാത്മാവാണ് സഹായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവാണ് മാനസാന്തരവും അതുപോലെ പാപബോധവും മനുഷ്യർക്ക് നൽകുന്നത്. അത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്താണ്? അത് നാം അറിഞ്ഞിരിക്കണം. എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം തൻ്റെ വചനങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്? നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തിൻ്റെ നീതിയിൽ ജീവിച്ച് വിശുദ്ധരായി മാറുവാനും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനും വേണ്ടിയാണ്. 2 തിമോത്തി 3:16-17 തിരുവചനങ്ങൾ: വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പ്രാപ്തനാകുകയും ചെയ്യുന്നു. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതം എന്ന് പറയുമ്പോൾ അതിൽ പരിശുദ്ധാത്മാവാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുസഭയ്ക്ക് 2 വിശുദ്ധന്മാരെയാണ് ലഭിച്ചത്: വിശുദ്ധ അഗസ്റ്റിനും മോനിക്ക പുണ്യവതിയും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ സ്വാധീനിച്ച വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവനെന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ഈ ചിന്തയാണ് ഫ്രാൻസിസ് സേവ്യറെ സ്വാധീനിച്ചത്. ദൈവം തൻ്റെ പുത്രനായ യേശുവിലൂടെ നേടിത്തന്ന രക്ഷ, അതായത് ആത്മാവിൻ്റെ രക്ഷ, നാം നഷ്ടപ്പെടുത്തിയാൽ ഈ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. ആത്മാവിന് പകരമായി നമുക്കൊന്നും കൊടുക്കാൻ, ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണവും ആത്മാവിൻ്റെ രക്ഷയുമാണ്. അതിനു വേണ്ടിയാണ് ദൈവം സ്വപുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ദൈവവചനത്തിൻ്റെ ശക്തി എന്താണ്? എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. അപ്പോൾ യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നാം
ഈ ലോക നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുന്നത് നാശകരമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന അറിവാണിത്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-5 തിരുവചനങ്ങളിലൂടെ യാക്കോബ് ശ്ലീഹ പറയുന്നു, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. അപ്പോൾ നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം അസൂയയോടെയാണ് അഭിലഷിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിനുള്ളതാണ്, അത് സാത്താനുള്ളതല്ല. സാത്താനെ ചെറുത്തു നിൽക്കുമ്പോൾ സാത്താൻ നമ്മിൽ നിന്നും ദൂരെ അകന്നുകൊള്ളും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.